അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കൊടിയവൻ ജഗനാം പിശാചിനെ തോൽപ്പിച്ചോടിച്ച ധീരരാൽ കെണിയിൽ വീണവരാണോ ഞങ്ങളെ കൈപിടിക്കണേ യാ അല്ലാഹ്. ദേഹച്ചാതീര ദൂരെ നീക്കിയ ലംഘുമാതംഗ കൽവിനാൽ നഫ്സുല്ലമ്മാറത്തിൽ നിന്നും നീക്കി കാമില കൊള്ള ചേർക്കല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. സഹോദരന്മാരെ, അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അൽഹംദുലില്ലാഹ് മഹാനായ ജീലാനി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചിട്ടുള്ള ചർച്ച മൂന്നാം ഭാഗത്തിലേക്ക് കടക്കുകയാണ്. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിർത്താം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു പറയുന്നു, 25 വർഷം ഞാൻ ഇറാഖിലെ മരുഭൂമികളുടെയും തരിശു നിലങ്ങളിലൂടെയും ഏകാന്ത യാത്ര നടത്തിയിട്ടുണ്ട്. ഇശാഇന്റെ വുദൂഹ് കൊണ്ട് 40 വർഷം ഞാൻ സുബ്ഹ് നിസ്കരിച്ചിട്ടുണ്ട്. ഇശാ നിസ്കാര ശേഷം ഉറങ്ങാതിരിക്കാൻ വേണ്ടി ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് ഒരു കൈകൊണ്ട് മതിലിലെ കുറ്റിയിൽ പിടിച്ച് ഖുർആൻ ഓതി അത്തായ സമയമാകുമ്പോഴേക്കും ഖത്മു തീർത്തു. അതൊരു പതിവാണ്. ഒരു കാമൽ നിന്നിട്ട് ഒരു ഖത്തം തീർത്തോവർ ഒരു ചൊൽമുതലായി മൂവാണ്ട് കാത്തോവർ. 15 കൊല്ലം ഞാൻ ജീവിച്ചിട്ടുണ്ട്. ഒരു രാത്രി അല്പനേരം ഉറങ്ങിയാലോ എന്ന് എന്റെ മനസ്സ് എന്നോട് പറഞ്ഞു. ആ ചിന്ത വന്ന സ്ഥലത്ത് വെച്ച് തന്നെ ഞാൻ ഒരു കാലിൽ കുത്തിനിന്ന് ഖുർആൻ ഓതി ഖത്ം ചെയ്തു. സഹോദരന്മാരെ, ഒരു കാമൽ നിന്നിട്ട് ഒരു ഖത്തം തീർത്തോവർ. ഉറക്കം രൂപം കിട്ടി എന്റെ അടുക്കൽ വരുമ്പോൾ ഞാൻ അതിനെ നോക്കി വലിയ ശബ്ദമുണ്ടാക്കും. അതോടൊപ്പം ഉറക്കം പോകും. ദുനിയാവും അതിലെ ആഡംബരങ്ങളും ഇച്ഛകളും നല്ല രൂപത്തിലും മോശപ്പെട്ട രൂപത്തിലുമെല്ലാം എന്റെ അടുക്കൽ വരാറുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ അട്ടഹസിക്കും. അതോടെ അത് ഓടി രക്ഷപ്പെടുകയാണ്. ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു പറയാ, ഇറാഖിലെ മരുഭൂമികളിലൂടെയും അതുപോലെ തരിശു നിലകളിലൂടെയും 25 വർഷം ഞാൻ ഒറ്റക്ക് ചുറ്റി നടക്കുമ്പോൾ ആർക്കും എന്നെ അറിയുമായിരുന്നില്ല. റിജാലുൽ ഖൈബിൽപ്പെട്ടവരും ജിന്നുകളും എന്റെ അടുക്കൽ വരികയും അവർക്ക് അല്ലാഹു സുബ്ഹാനഹു തആലയിലേക്കുള്ള വഴി ഞാൻ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യമായി ഇറാഖിലേക്ക് പ്രവേശിക്കുമ്പോൾ ഖിളർ നബി അലൈഹിസ്സലാമിനെ കാണുകയാണ്. ഖിളർ നബി അലൈഹിസ്സലാമിന്റെ കൽപ്പനകൾ തെറ്റിക്കരുതെന്ന് അതേ മഹാനവറുകൾ എന്നോട് നിബന്ധന വെച്ചു. എന്നോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരിക്കൂ. ഖിളർ നബി അലൈഹിസ്സലാം എന്നെ ഇരുത്തിയ സ്ഥലത്തിനാൽ 3 വർഷം ഇരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, 3 വർഷം ഞാൻ അവിടെ ഇരുന്നു.
ഖിദർ നബി അലൈഹിസ്സലാം പറഞ്ഞു ഇവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞ് അങ്ങനെ 3 വർഷം ഇവിടെ ഞാൻ ഇരുന്നു. ഓരോ വർഷവും മഹാനവറുകൾ എന്നെ ഇങ്ങനെ പറയും, ഞാൻ മടങ്ങി വരുന്നത് വരെ അവിടെ തന്നെ ഇരിക്കുക. സുബ്ഹാനല്ലാഹ്. ആ കാലങ്ങളിൽ ദുനിയാവും അതിൽ ആഡംബരങ്ങളും ഇച്ഛകളും പല രൂപങ്ങളിലായി എന്റെ അടുക്കൽ വരികയാണ്. അതിൽ നിന്നെല്ലാം അല്ലാഹു സുബ്ഹാനഹു തആല എന്നെ സംരക്ഷിക്കുകയാണ്. പീഡിപ്പിക്കുന്ന രൂപങ്ങളിൽ ആയുധധാരികളായ പിശാചുക്കളും എന്നോട് നേരിടാൻ വരാറുണ്ടായിരുന്നു. അവർ എന്നോട് യുദ്ധം ചെയ്യുകയും തീക്കൊള്ളികളിൽ എറിയുകയും അതേ ചെയ്തിരുന്നു. അതൊന്നും എന്നെ പിന്തിരിപ്പിച്ചില്ല. അവരെ നേരിടാനുള്ള ഉൾവിളി എനിക്ക് ലഭിക്കുകയാണ് ചെയ്തത്. യാ അബ്ദുൽ ഖാദിർ, അവരോട് നേരിടൂ, നിശ്ചയം നിങ്ങളെ നാം നമ്മുടെ സഹായം കൊണ്ട് ഉറപ്പിച്ച് നിർത്തുകയാണ്, ശക്തിപ്പെടുത്തുകയാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ നേരിടാൻ ഒരുങ്ങിയപ്പോഴേക്കും അവർ ചിതറിയോടുകയാണ്. ഒരിക്കലൊരു പിശാച് മാത്രം എന്റെ അടുക്കൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിന്ന് പോവുക, അല്ലാത്ത പക്ഷം ഞാൻ പലതും നിങ്ങളെ ഞാൻ ചെയ്യുന്നതാണ്. അവൻ ഒരുപാട് തവണ എന്നെ പേടിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ അവന്റെ മുഖത്തടിക്കുകയാണ്. അവൻ ഓടിയപ്പോൾ ഞാൻ ലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹ് എന്നങ്ങ് ചൊല്ലിയപ്പോൾ നോക്കിയിരിക്കെ അവൻ കരിക്കപ്പെടുകയാണ്. ലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹ് എന്നുള്ള ദിക്റിന്റെ പവറാണ് സഹോദരന്മാരെ. മറ്റൊരിക്കൽ മോശപ്പെട്ട രൂപത്തിൽ ദുർഗന്ധവുമായി സാക്ഷാൽ ഇബ്ലീസ് തന്നെ എന്റെ അടുക്കൽ വന്നിട്ട് പറയുകയാണ്, ഞാൻ ഇബ്ലീസാണ്, നിങ്ങൾ എന്നെയും എന്റെ അനുയായികളെയും പരാജയപ്പെടുത്തിയതിനാൽ ഇനി നിങ്ങൾക്ക് സേവനം ചെയ്ത് ജീവിക്കാനാണ് ഞാൻ വന്നത്. അതേ, ഞാൻ പറഞ്ഞു പോകൂ. അപ്പോഴേക്കും അവന്റെ മുകൾ ഭാഗത്തിൽ നിന്ന് ഒരു കൈ വന്ന് അതാ അവന്റെ മൂർധാവിൽ അടിക്കുകയാണ്. അവൻ ഭൂമിയിലേക്ക് ആണ്ടുപോവുകയാണ്. തീക്കോലും കയ്യിൽ പിടിച്ച് എന്നോട് യുദ്ധം ചെയ്യാൻ വീണ്ടും അവൻ അപ്പോൾ മുഖം മുടി ധരിച്ച ഒരു കുതിരക്കാരൻ അവിടെ പ്രത്യക്ഷപ്പെടുകയും എനിക്കൊരു വാള് നൽകുകയും ചെയ്തു. അതോടെ ഇബ്ലീസ് കീഴടങ്ങുന്നു. എന്തൊരു അത്ഭുതമാണ് സഹോദരന്മാരെ! മഹാനായ ഗൗസുൽ ആലമിന്റെ പവറാണ്, കറാമത്താണ് ഇവിടെ പറഞ്ഞു തരുന്നത്. 3-ാം തവണ അല്പം ദൂരെ ഇരിക്കുന്നതായിട്ടാണ് ഇബ്ലീസിനെ ഞാൻ കണ്ടത്. അവൻ കരഞ്ഞ് തലയിൽ മണ്ണ് വാരിയിട്ട് എന്നോട് പറഞ്ഞു, യാ അബ്ദുൽ ഖാദിർ, നിങ്ങളെ കുറിച്ചുള്ള പ്രതീക്ഷ അസ്തമിച്ചിരിക്കുന്നു. വീണ്ടും തന്നെ വഞ്ചിക്കുകയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ പറഞ്ഞു, ശപിക്കപ്പെട്ടവനെ, നീ ദൂരെ പോവുക, നിന്നെ ഞാൻ പേടിച്ചു. നിന്നെ ഞാൻ പേടിച്ചുകൊണ്ടേയിരിക്കും. ഇബ്ലീസ് പറഞ്ഞു, അതാണ് എനിക്ക് വലിയ പ്രയാസം. സുബ്ഹാനല്ലാഹ്. ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ സഞ്ചാര ജീവിതത്തിനിടയിൽ ഒരു ദിവസം എനിക്ക് ശക്തമായി ദാഹിച്ചു. അപ്പോൾ ഒരു മേഘം വന്ന് തണൽ നൽകുകയും പ്രസ്തുത മേഘത്തിൽ നിന്ന് അതേ പ്രത്യേകമായ തണുപ്പുള്ള ഒരു പാനീയം ഇറങ്ങി വരികയും ഞാനത് കുടിക്കുകയും ചെയ്തു. അങ്ങനെ ഇൻഷാ അല്ലാഹ് അതിന്റെ ബാക്കി സംഭവം അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഇങ്ങനെ എത്ര പറഞ്ഞാലും തീരാത്ത വലിയൊരു സംഭവത്തിന്റെ ഉടമയാണ് മഹാനായ ഗൗസുൽ ആലം മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. മഹാനവറുടെ കാവൽ അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനവറുടെ തണലിനായി കൊണ്ട് ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി
വറഹ്മത്തുള്ളാഹി വബറകാതുഹു.